ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ വൺസ് അഗൈൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാപ്പി അല്ലേ? ഞങ്ങളെല്ലാം ഹാപ്പിയാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ക്വസ്റ്റ്യൻസൊക്കെ യൂട്യൂബ് വീഡിയോയിലൂടെ ആൻസർ പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഞാൻ ഇന്നലെ സ്റ്റോറിയിൽ സ്പെഷ്യലായിട്ടൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളടുത്ത് ആൻസർ പറയാൻ വരുന്നത് സഞ്ജു ലച്ചു. അതെ, സഞ്ജു ലച്ചു. അപ്പോൾ സഞ്ജുവിൻ്റെ കോസ്റ്റ്യൂംസും എന്താ പറയുക, സഞ്ജുവിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം. നത്തിങ് സ്പെഷ്യൽ ബട്ട് സംതിങ് സ്പെഷ്യൽ. അതുപോലെ കുറച്ച് എന്താ പറയുക, നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സസ്, നോർമൽ ടീഷർട്ട്സ് ഒക്കെ സഞ്ജു ഇടും. അപ്പം അതുപോലെ ഒരു കാഷ്വലായിട്ട് ഒരു ഷർട്ടിൽ തന്നെയാണ് സഞ്ജു ഉള്ളത്. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് എന്താ പറയുക, വളരെ ഭംഗിയായിട്ട് ഡ്രസ്സിങ് ചെയ്യണം, അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ആ കോസ്റ്റ്യൂം, നമ്മുടെ സ്വന്തം ലച്ചുവിൻ്റെ, ഇപ്പം മിസ്സിസ് സൽമാൻ്റെ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ ആ കോസ്റ്റ്യൂമിൽ ഞാൻ അവളെ കണ്ടിട്ടില്ല. ആ സീരിയൽ കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ആ ലച്ചു കോസ്റ്റ്യൂമിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ആ ഒരു കോസ്റ്റ്യൂമിൽ കാണണമെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ട് നമുക്ക് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആ ലച്ചു കോസ്റ്റ്യൂമിലൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട്, കാരണം നിങ്ങളൊക്കെ ആ കോസ്റ്റ്യൂം കാണിക്കാൻ പുള്ളിക്കാർ അതിലും ത്രില്ഡാണ്. കാരണം സീരിയൽ കഴിഞ്ഞിട്ട് ഇതുവരെ ആ കോസ്റ്റ്യൂം ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരി ഇതാ അവിടെ പോയി അത് ആ കോസ്റ്റ്യൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റെഡിയായി കഴിഞ്ഞു ഓൾമോസ്റ്റ്. അപ്പോൾ ഞാനിപ്പം എൻ്റെ മിസ്സിസിനെ വിളിക്കുകയാണ്, നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ലച്ചു കോസ്റ്റ്യൂമിൽ. ഓക്കെ, അപ്പോൾ ലച്ചു പ്ലീസ് കം. കൊറേ കാലം കഴിഞ്ഞാൽ എന്നിങ്ങനെ കാണണേ. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൊണ്ടാട്ടിൻ്റെ ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൊണ്ടാട്ടിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്ന് ഊഹിച്ച് പൂരിപ്പിച്ച് അയക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഒരാൾ പറഞ്ഞിരിക്കാം, ഐ സ്ട്രഗിൾ വിത്ത് സ്റ്റബോൺ ഡാർക്ക് സ്പോട്ട്സ്, വാട്ട് പ്രൊഡക്റ്റ് ഷുഡ് ഐ യൂസ് ടു ക്ലിയർ ദം? മറ്റേ ഡാർക്ക് സ്പോട്ട്സിൻ്റെ ആണ്. അപ്പോൾ അതെനിക്കും വേണം. അപ്പോൾ എല്ലാവർക്കും കൂടി ഞാനൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇത് പറഞ്ഞെടുത്ത് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വന്നാലോ? ഓക്കെ ഓക്കെ. ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഉള്ളൊരു ഇഷ്യൂ ആണ് ഡാർക്ക് സ്പോട്ട്. ദിസ് ഡാർക്ക് സ്പോട്ട് ഈസ് മേ ബി ഡ്യൂ ടു acne scars or sunburn or hormonal changes. ഈ ഡാർക്ക് സ്പോട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ആൻഡ് ദാറ്റ്സ് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസ് സെറം. ഈ ഫേസ് സെറം തേച്ചതിന് ശേഷമാണ് എൻ്റെ മിക്ക ഡാർക്ക് സ്പോട്ട്സ് ക്ലിയർ ആയത്. ഇതിൻ്റെ ആപ്ലിക്കേഷനും റിസൾട്ടും ഞാൻ കാണിച്ചു തരാം. ഈ സിറത്തിൽ 100% ഓർഗാനിക്കലി സോഴ്സ് ടെർമറിക്, 10% glycolic acid and 2% niacinamide ഉണ്ട്. It's a very light-weighted formula which quickly absorbs into your skin and visibly reduces dark spot and gives a glowing skin. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 to 3 drops ഓഫ് ദ സെറം നമ്മൾ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഈ സിറം നമ്മൾ ഫേസിൽ അബ്സോർബ് ചെയ്യുന്ന വരെ നമ്മൾ മസാജ് ചെയ്യണം. ഈ സിറം എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക അല്ലെങ്കിൽ ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും ഈ പ്രോഡക്റ്റ് കിട്ടും. സോ ഗോ ചെക്ക് ഔട്ട് ദിസ് പ്രോഡക്റ്റ് ടുഡേ ഫോർ ഗ്രേറ്റ് ഡിസ്കൗണ്ട്സ്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. പിന്നെ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? മൊത്തത്തിൽ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് ഞങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓ ഹബീബി ഇറ്റ്സ് അബി, നമ്മുടെ അബി, അതായത് ഡോക്ടർ ഗോവിന്ദ് ചോദിച്ചു, പാർട്ടി എപ്പോൾ പുഷ്പ? പാർട്ടി ഉടനെ ഉണ്ടടാ പുഷ്പ, നീ പേടിക്കണ്ട, നമുക്ക് പാർട്ടിയൊക്കെ സെറ്റാക്കാം. ഓക്കെ, ഐ സീരിയസ്ലി വണ്ണ മീറ്റ് യു ഗൈസ്, വി ഹാവ് സീൻ ഫ്രം ബലരാമപുരം, ഇർഫാന നവാസ്. ഓ, ഈ കുട്ടി ഒരു പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കണില്ല. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞങ്ങളെപ്പോഴും ഈ ട്രിവാൻഡ്രത്തുണ്ട്, അധികവും ഞങ്ങൾ എവിടെയാണ് പോണേന്നും അറിയാം, ലുലുവിൽ. അവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. സോ നെക്സ്റ്റ് ടൈം ലക്കിലി നമുക്ക് നിങ്ങളെയും ഇനി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കാണാം. ഇനി എൻ്റെ അല്ലേ
ചേച്ചീനെയും മിക്കനും ഒരുപാട് ഇഷ്ടം. ലവ് യു. ക്വസ്റ്റ്യൻ അല്ല, ഒരു ഇത്. ലവ് യു ടു, ലവ് യു സോ മച്ച്. താങ്ക് യു. പിന്നെ നല്ല ജോഡിയാണ്, അതും ഒരു സ്റ്റേറ്റ്മെന്റ്. താങ്ക് യു. ന്യൂ അപ്കമിങ് പ്രോജക്ട്സ്, ഈച്ച് സ്പെഷ്യൽ വ്ളോഗ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഈദ് സ്പെഷ്യൽ വ്ളോഗിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങളൊരു ക്ലീനിങ് പ്രോസസ്സിങ് മൊത്തം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. വീട് മൊത്തം ക്ലീൻ ആക്കിയിരിക്കുകയാണ്. കുറച്ചൊരു ഫിനിഷിങ് പരിപാടീസ് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നാളെ ഒരു നാളെയാണ് ഈദ്. അപ്പോൾ നാളെ ഒരു കുഞ്ഞു വ്ളോഗ് ആക്കാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്. മോസ്റ്റ്ലി എന്താണ് അധികം ചെയ്യാനൊന്നുമില്ല. കാരണം രാവിലെ എണിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പള്ളിയിൽ പോകണം, തിരിച്ചു വന്ന് ഇക്കാനെ മീറ്റ് ചെയ്യണം, ഇക്കാൻ്റെ വീട്ടിലൊന്ന് പോകണം, ബിരിയാണി അടിക്കണം. പിന്നെ മന്തി. എന്തോന്ന് ഞാൻ സോറി, താത്താൻ്റെ അടുത്ത് കുഴിമന്തി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുഴിമന്തി അല്ല, എന്തോ തൊണ്ട കുടിച്ചടി. കുഴിമന്തി അല്ല, നോർമൽ മന്തി അല്ലേ? എന്തോ ഒരു മന്തി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ നാളെ മന്തി അടിക്കുന്നതായിരിക്കും. അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ദ ചേഞ്ച് മേഘ ബ്രോട്ട് ടു യുവർ ലൈഫ്, വാട്ട് യു കാൻറ്റ് ഫോർഗെറ്റ്, വാട്ട് മെയ്ഡ് യു ഫീൽ സ്പെഷ്യൽ. ദ ചേഞ്ച് മേഘ ബ്രോട്ട് ടു യുവർ ലൈഫ്, ഖൈറു ഹക്കീം. ദ ചേഞ്ച് മേഘ ബ്രോട്ട്. ദ ചേഞ്ച് മേഘ ബ്രോട്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് മേഘ ചേഞ്ച് ചെയ്തത്. അതായത് എൻ്റെ ഒരുപാട് ലൈഫ് റുട്ടീൻസ് തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് കിട്ടുമ്പം അല്ലറ ചില്ലറ സഞ്ചാരങ്ങൾ, ട്രാവലിംഗ് നടത്തുന്ന ആളാണ്. ഇപ്പോൾ അതൊക്കെയും ബ്രേക്കായിട്ട്, മീൻസ് അങ്ങനെ ഭയങ്കര സങ്കടത്തോടെയുള്ള ബ്രേക്കല്ല. ഇവളുടെ ക്ലാസ് നടക്കുന്നതുകൊണ്ട് ഞാനിപ്പം തനിച്ചാക്കി എവിടെയും പോകാറില്ല. മാക്സിമം തനിച്ചാക്കി ഞാൻ എവിടെയും പോകാറില്ല. ഷൂട്ടിനൊക്കെ പിന്നെ ക്ലാസ് ഉണ്ടാകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ചെന്നൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് തനിച്ചാക്കേണ്ടി വരുന്നത്. ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ചെന്നൈയിലും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തനിച്ച് ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഇവളുടെ കൂടെ, മേഘൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഒരു ചേഞ്ചാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ചേഞ്ച് ഉണ്ട്. എന്നെ കണ്ടാൽ തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ട്, കുറച്ച് ഗുണ്ടുമായിട്ടുണ്ട്. സോ എൻ്റെ നോർമൽ ഡയറ്റിൽ ഒരുപാട് എന്താ പറയുക, ബോയിലിംഗ് പരിപാടീസേ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കൻ ആണെങ്കിലും എഗ് ആണെങ്കിലും പിന്നെ വീറ്റ് ബ്രെഡും, അങ്ങനെ കുറച്ച് വളരെ ലിമിറ്റഡ് റെസിപ്പീസും ലിമിറ്റഡ് ഐറ്റംസൊക്കെ ഉള്ള കിച്ചണിൽ ഇപ്പോൾ ലുലുവിൻ്റെ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ ആയിട്ടുണ്ട്. അതൊരു ഭയങ്കര ചേഞ്ചാണ്. പിന്നെ എന്താണ്, എല്ലാത്തിനും ഒരു അതാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനും ഒരു അടക്കവും ഒതുക്കവും വന്നിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഇവിടെ തനിച്ചാണ് താമസം. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ബാച്ചിലർ താമസിക്കുന്ന ഒരു റൂം എങ്ങനെയായിരിക്കും, അത്ര മോശമൊന്നും അല്ലാത്ത രീതിയിൽ കച്ചറ ഉണ്ടായിരുന്നു. ഭയങ്കര മോശമല്ല, കാരണം എനിക്കും ഈ നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെയും കുറച്ചുള്ളതാണ്. അപ്പോൾ വാരി വലിച്ചുള്ള കച്ചറ അല്ലെങ്കിലും ഡ്രസ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ബെഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇപ്പം അതിനൊക്കെ ഒരു ഒതുക്കം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഡ്രസ്സ് ഉണ്ടായാലും അവിടെ ഒപ്പം മടക്കി സെറ്റ് ചെയ്യും. അപ്പം അങ്ങനെ കുറച്ച് ഒരുപാട് എന്താ പറയുക മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഉറക്കം കുറച്ച് നേരത്തെ ആയിട്ടുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ തനിച്ചാണെങ്കിൽ വന്നിരുന്ന് ക്രിക്കറ്റ് കണ്ട് അതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ട് പിന്നെയും യൂട്യൂബിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിക്കറ്റിൻ്റെ പാർട്സ് കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൂവീസ് കണ്ട് അങ്ങനെ ഉറക്കത്തിനൊന്നും ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നില്ല. ഇപ്പം അതും പ്രോപ്പറായി, വർക്കൗട്ടൊക്കെ പ്രോപ്പറായി, അങ്ങനെ ആകെ കൂടി ഒന്ന് അലങ്കോലാക്കി തന്നിട്ടുണ്ട്, അലങ്കാരാക്കി തന്നിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞങ്ങൾ അന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സർപ്രൈസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ആ സമയത്ത് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരു സർപ്രൈസ് പറയാനുണ്ടായിരുന്നു. പക്ഷേ ബാഡ് ലക്ക്, ഒരു അൺലക്കിലി നമുക്ക് ആ സംഭവം നടന്നില്ല. ആ നടക്കാത്തത് കൊണ്ട് അതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറയാൻ നിങ്ങളുടെ അടുത്ത് പറ്റിയില്ല. പക്ഷെ ഞാൻ ഏതൊരു ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സർപ്രൈസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങളെല്ലാവരും ഗസ് ചെയ്തൊരു കാര്യമാണ് മേഘ എന്താ പ്രഗ്നൻ്റ് ആണോ എന്ന്. മേഘ പ്രഗ്നൻ്റ് അല്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആക്കാനുള്ള ഉദ്ദേശവുമില്ല. കാരണം ഒന്ന്, ഇവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഞങ്ങൾ പ്രൊജക്റ്റ് വൈസ് അതിൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്തു. ഇനി അത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടത്തിലാണ് ഞാൻ. എനിക്ക് ഇവളെ ആണെങ്കിൽ ഇവളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറാക്കിയിട്ട് എന്താണ് ഇവൾക്ക് വാട്ട് എവർ താല്പര്യം, ആക്ടിങ് ആണെങ്കിൽ അത്, പഠിച്ചതിൻ്റെ ജോബാണെങ്കിൽ അത്, വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്, അങ്ങനെ അവളെ വളരെ ഫ്രീ ആയിട്ട് എന്താണോ ചെയ്യാൻ ആഗ്രഹമെന്ന് ചിന്തിക്കാനും ചെയ്യാനുള്ളൊരു സമയവും സ്പേസും കൊടുത്തിട്ട് അതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൈമും അത് ചെയ്ത് ഇപ്പം ഒരു ജോബിൽ കയറിയിട്ട് അത് എൻജോയ് ചെയ്യണമെന്നൊരു ആഗ്രഹം അവൾക്കും ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ടൈമൊക്കെ ചെയ്ത് എന്താണോ ആ ഒരു ടൈമിൽ, അതായത് കുറച്ച് ടൈം എടുത്തിട്ടുള്ള പരിപാടീസ് എന്തായാലും ഉള്ളൂ.
അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് മുതൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷം പറയുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കരുത്. കാരണം ഉടനെ ഒന്നും അതുണ്ടാവില്ല. അല്ല, ആണെന്നും പറഞ്ഞ് ഒരുപാട് യൂട്യൂബിൽ വേറെ വീഡിയോസ്. അങ്ങനത്തെ കുറേ പരിപാടീസ് കുറേ യൂട്യൂബർമാരുണ്ട് കേട്ടോ, അല്ലേ? ഒരുപാട് എന്താ പറയുക, ഭയങ്കര അങ്ങനെ ആണോ ഇവർ തന്നെ അങ്ങനെ ഫിക്സ് ചെയ്യാണ്. മേഘ സന്തോഷം പങ്കുവെച്ചു, മേഘ പ്രഗ്നൻ്റ് ആണ്, ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ച ആ ഹാപ്പി ന്യൂസ് സർപ്രൈസ് എന്തായാലും പ്രഗ്നൻസി കാര്യങ്ങളല്ല, അത് വേറൊരു സംഭവമായിരുന്നു. പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ നടന്നില്ല. അപ്പോൾ ഇൻഷാല്ലാ നോക്കാം, ഇനി അങ്ങനത്തെ ഒരു സംഭവം വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കും. ഇപ്പോൾ തൽക്കാലം ആ സർപ്രൈസിൻ്റെ കാര്യം നിങ്ങൾ ഒന്നും മറന്നേക്ക്, കാരണം ഇപ്പോൾ ഇതിനൊന്നും സർപ്രൈസ് ആയിട്ട് പറയാനില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ തന്നെയാണ് പറയാം, കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. അൺസീൻ പിക്സ് ഓഫ് യു ആൻഡ് സൽമാൻ. ഏതെങ്കിലും ഒരു പിക്ക് നമ്മൾ അടുത്ത ചോദ്യം വായിക്കട്ടെ ഞാൻ. ഒരു അൺസീൻ പിക്ക് തപ്പ് അപ്പോഴേക്കും ഞാൻ നോക്കട്ടെ. എൻ്റെ പിക്സ് ഇല്ല, എല്ലാം പാച്ചുക്ക് എൻ്റെ ഫോണിൽ എടുക്കണം. പാച്ചുൻ്റെ ഒരു അൺസീൻ പിക്ക് കാണിച്ചു തരാം. അയ്യോ നോക്കട്ടെ, അതെന്തോന്ന് വീഡിയോ കോളോ? വീഡിയോ കോളില് സൂപ്പർമാൻ കളിച്ചതാ. അല്ല ഹനുമാനല്ലേ? എന്തോ മാൻ കളിച്ചതാണ്. സ്ക്രീനിൽ ഇട്ടതാ ഞാൻ. ഇവിടെ ഉണ്ട് ഒരു ഹനുമാൻ. നിങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഹോം ടൂർ ചെയ്യുമോ? 3 കസിൻസിൻ്റെ വീഡിയോ ഇട്ടത് ഡിലീറ്റ് ചെയ്തു. ആ കസിൻസിൻ്റെ വീഡിയോൻ്റെ കാര്യം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അതെന്താ പറ്റിയെന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴോ എനിക്കറിഞ്ഞൂടായ കാര്യം ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഇവക്കും അറിയില്ല. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ബൈ മിസ്റ്റേക്കിൽ എങ്ങനെയോ ആ സാധനം ഡിലീറ്റ് ചെയ്തു. അത് ഞങ്ങൾക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡിലീറ്റ് ചെയ്തത്. ഞങ്ങളെ കയ്യിൽ നിന്നായതായിരിക്കും. കാരണം സ്ക്രീൻ ഓണായി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ ഓണാക്കി വെച്ചിട്ട് ചിലപ്പോൾ ഫോൺ കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് സംസാരിക്കുന്നതിനിടത്തിൽ അത് ഡിലീറ്റ് ആയി പോയി കാണും. എന്താ സംഭവിച്ചെന്ന് അറിയില്ല ശരിക്കും. അത് റിക്കവർ ചെയ്യാനും പറ്റില്ല, കാരണം അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവള് ഗാലറിയിൽ നിന്ന് സ്പേസ് പോകുന്നത്. ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോസ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാത്തത്. അന്ന് എന്തോ പാച്ചുക്ക വിളിച്ച് പറയുന്ന 15 മിനിറ്റ് മുന്നെയാണ് ഫുൾ ഡിലീറ്റ് ചെയ്തത്. അത് ആഫ്റ്റർ ദാറ്റ് പാച്ചുക്ക വിളിച്ചിട്ട് വീഡിയോ കാണാനില്ല. അപ്പം ഇവനെ ഓക്കെ നമുക്കൊന്നും കൂടി അത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ക്ലിപ്സും ഇല്ല. ഞാനും അറിഞ്ഞിട്ടില്ല. ഞാൻ മറ്റേ സ്റ്റോറി ഇട്ടില്ല, ഇതിൻ്റെ ലിങ്ക് സ്റ്റോറി ഇട്ടപ്പം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, ക്ലിക്ക് ചെയ്തിട്ട് പോണില്ല, ഡിലീറ്റ് ചെയ്തു. അപ്പോഴാണ് ഞാൻ നോക്കണത്. സോ മേഘ ചേച്ചിക്ക് പൊസസീവ് അടിക്കാറുണ്ടോ? ഇല്ല, ഞാൻ ആരുടെ കൂടെ പോയാലും മേഘ ചേച്ചിക്ക് പൊസസീവ് അടിക്കാറില്ല. മേഘ ചേച്ചി എനിക്ക് എൻ്റെ തലക്കെട്ട് അടിക്കാറുള്ളൂ. മാഷാ അല്ലാ. മേഘയുടെ വീട്ടിൽ ഓക്കെ ആയോ? എനി ന്യൂ പ്രൊജക്റ്റ്? വീട്ടിലൊക്കെ ഓക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, നോട്ട് കംപ്ലീറ്റ്ലി. എന്താ പറയുക, ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിനൊക്കെ മീറ്റ് ചെയ്തു, കസിൻസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫാമിലി എന്താ പറയുക ബെറ്റർ ആയിക്കൊണ്ട് വരുന്നുണ്ട്. വീട്ടിൽ കുറച്ച് അല്ലറ ചില്ലറ സീൻസൊക്കെ ഉണ്ട്. മെല്ലെ മെല്ലെ ശരി. ഇപ്പം 4 മാസമായുള്ളൂ. നിങ്ങൾ ഒരുമിച്ചുള്ള കോംബോ ഇനിയും ഉണ്ടാകുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഹോപ്പ്ഫുള്ളി വി ആർ വെയിറ്റിംഗ്. ഷീജ രാജൻ, നിങ്ങൾ കൊല്ലത്ത് വന്നിട്ടുണ്ടോ? എനിക്ക് 2 പേരെയും കാണാൻ ആഗ്രഹമുണ്ട്. കൊല്ലത്ത് ഒരുമിച്ച് വന്നിട്ടില്ല. ഷൂട്ടിനും ഇരണ്ട സമയത്ത് വന്നിട്ടുണ്ട്, അവിടെ ആയിരുന്നു ഷൂട്ട്. ഞങ്ങൾ പിന്നെ ഈ കല്യാണത്തിന് ശേഷം ഒന്നും കൊല്ലത്ത് വന്നിട്ടില്ല. ഇൻഷാ അല്ലാ ചുമ്മാ വരാനുള്ളൊരു സിറ്റുവേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ പ്രോഗ്രാമൊന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ വർക്ക് വരുമ്പോൾ അങ്ങോട്ട് വരുമെന്ന് വിചാരിക്കണം. ഒരാൾ പറഞ്ഞിരിക്കും സഞ്ജു ഇപ്പൊ പൂക്കിയായല്ലോ. അത് പൂക്കി എന്താ പൂക്കാലം സീരിയലിൽ നിന്ന് പോയേ? ഞാൻ മിസ് ചെയ്തിരുന്നു. ആരാ? ആദിത്യ. പൂക്കാലം സീരിയലിൽ നിന്ന് പോകാൻ കാരണം എൻ്റെ ബാക്ക് ഇഞ്ചുറി ആയിരുന്നു. ഞാൻ ആ സമയത്ത് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കൊരു ഡിസ്ക് ബൾജും ഒരു സയാറ്റിക് നെർവിൻ്റെ ഒരു കംപ്രഷൻ പ്രശ്നങ്ങളും വന്നിട്ട് എനിക്ക് നിൽക്കാനിരിക്കാനും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം കുറച്ച് ദിവസം വിട്ടു നിന്ന് അവർ കുറച്ച് കഥയൊക്കെ ഡീവിയേറ്റ് ചെയ്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ എനിക്കത് ഞാൻ റീജോയിൻ ചെയ്തായിരുന്നു. പക്ഷെ കുറേ ഇരുന്നിട്ട് അഭിനയിക്കേണ്ട സീൻസ് വരുമ്പോഴേക്കും എനിക്ക് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ അതിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടി വന്നു.